ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇട്ട് വെറുപ്പിച്ചു എന്നൊരിക്കലും പറയരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ചായ മൻസ. എത്ര തിന്നാലും മതി വരില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് കുറച്ചു. ചായ മൻസ ചിലർക്ക് ഇത് എങ്ങനെ കറി വയ്ക്കുക എന്നൊക്കെ ചോദിച്ചു. എൻ്റെ വീഡിയോസ് ഞാൻ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുകഴിഞ്ഞിട്ട് എന്താ പറയുക, ഇത്തരം ചൂടത്തിൽ പശ ഇങ്ങനെ ഉണ്ടാവുന്ന പശ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ്. ഇതൊന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടും. ഓക്കെ, സൗണ്ടും ചൂട് കട്ട് ചെയ്യുക പറഞ്ഞാൽ കുഞ്ഞിനാണ് കട്ട് ചെയ്യുക. ഓക്കെ, കുഞ്ഞിനാണ് മേലെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം എന്നിട്ട് നിങ്ങൾ പറയാറില്ലേ, ഞാൻ പറയാറില്ലേ കണ്ണിൽ കുഞ്ഞിലേക്ക് അതിന് എന്നെ ആർക്കും പിടിക്കുന്നില്ല. ഓക്കെ, മനുഷ്യനെ കണ്ടു എന്താ നല്ല കുരുകുടാന്നരിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നത് നല്ല സുഖം. കണ്ടോ, ഞാൻ ഇങ്ങനെ എടുത്തു എല്ലാം കൂടി ഇങ്ങനെ വെച്ചു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒതുക്കി വെച്ച പോലെ. ആദ്യം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, എന്നിട്ട് ഇതിന് മേലെ എടുത്ത് അത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ അഡീസും ഇതായി കേട്ടോ. ഇതിന് വീണ്ടും അതിലേക്ക് മുകളിലില്ല. ഇങ്ങനെ അങ്ങനെ 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 അരിയണം. അരിഞ്ഞ് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. ഭയങ്കര ടേസ്റ്റ്. ഞാനിന്ന് എന്നും ഇങ്ങനെ കടി കൊടുക്കുമ്പോൾ പറ്റും. ഇന്ന് എനിക്ക് ചെറിയൊരു വീഡിയോ ഇടാൻ കഴിയാം. അപ്പം ഞാൻ ഉപ്പേരി ആയിട്ട് ഓക്കെ കഴിച്ചില്ലേ. അപ്പോൾ മക്കളെ, ഇതോടുകൂടി ഞാൻ ചായ മൻസാടെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കൽ നിർത്തുന്നുണ്ട്. കാരണം ഞാൻ ഡെയിലി ഉണ്ടാക്കുമ്പോൾ ഇത് ഇടുന്നുണ്ട്, ഇനി ഇടില്ല. അതായത് ഉപ്പേരി വയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ടേ നന്നായിട്ട് നമ്മൾ അരിഞ്ഞ ശേഷം നന്നായി കഴുകിയിട്ട് അതിനെ വാരി നല്ല വെള്ളത്തിൽ വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ യാതൊരു കാരണവശാലും മൂടിയെടുത്ത് മൂടരുത്. ഇതിൻ്റെ കട്ടിങ്ങനെ ആവിയിൽ പോകണം. ഓക്കെ, എന്നിട്ട് വെന്ത ശേഷം പാതി വെന്ത ശേഷം നമുക്കിതിനെ ഊറ്റിയിട്ട് പിന്നെ കടുക് വറുത്തിട്ട് അതിൽ കൊട്ടി മിക്സ് ആക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയാം, ചായ മൻസ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മൂടി വെച്ചിട്ട് വേവിക്കരുത്. പക്ഷേ ഉപ്പേരി വയ്ക്കുമ്പോൾ നമുക്ക് ഇതിനെ വാരിയെടുത്ത ശേഷം പിന്നെ കടുകിൽ ഇടുമ്പോഴേ മൂടാട്ടോ, അത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഫസ്റ്റിൽ വേവിക്കുമ്പോൾ ഇത് ആവി പോകണം പുറത്ത്. മുരിങ്ങയും പരിപ്പും കറി വയ്ക്കുമ്പോഴും അതേപോലെ നന്നായി തിളച്ചാൽ മതി കേട്ടോ. മുരിങ്ങയും പരിപ്പ് വയ്ക്കുമ്പോൾ പരിപ്പിട്ട ശേഷം ഇത് ഇട്ടിട്ട് കഴുകിയ ശേഷമേ ഇതിട്ട് നന്നായി തിളപ്പിച്ചിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ മതി. ഓക്കെ, എനിവേ കൊള്ളാട്ടോ നല്ല. അപ്പോൾ മക്കൾ, ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, കടുക് വറുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? തേങ്ങ ചിരവിയത്, വലിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത്, പച്ചമുളക്, കടുക്, പിന്നെ വെളുത്തുള്ളി ഇല്ലേ, വെള്ളുള്ളി, വൈറ്റ് ഓണിയൻ അത് വേണം. പക്ഷേ ഇവിടെ സ്വാമിമാരായത് കാരണം അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇത് നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലോട്ട് ഉള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് എന്നിട്ട് ഇത് മൂത്ത ശേഷമാണ് തേങ്ങ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, സോറി ഞാൻ ഒരു കാര്യം മറന്നു. നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത ശേഷം അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയ ശേഷമാണ് നമ്മൾ ഈ വെള്ളം വെടിക്കാൻ വെച്ച സംഭവമില്ലേ, ഇതിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വെള്ളം വെടിക്കാൻ വെച്ച സാധനം അതിൽ കൊട്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പേരി റെഡിയാവും. ഓക്കെ, നമ്മൾ ഈ ചീര വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മൂടാതെ വേവിക്കണം. ഇത് നമ്മൾ ഡ്രൈ ആക്കിയ ശേഷം നമുക്കിനി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മുടെ ചായ മൻസ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിതാ എടുക്കാൻ പോണേ. വാവ്, ഇളക്കി കൊടുക്കണം. സൗണ്ട് വരും കേട്ടോ, അങ്ങനെ നന്നായി മുറിഞ്ഞ്. ഓക്കെ,
സൗണ്ട് വരുന്നുണ്ടോ? വെള്ളം പറ്റുന്നതിൻ്റെ സൗണ്ടാണേ. ഓക്കെ. അപ്പോൾ മക്കളെ, വീണ്ടും ഞാൻ ചായ മനസ തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിന് പറ്റിയത് ഞാൻ ചോറ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് വേറെ കൂട്ടുകറിയൊന്നും ഇഷ്ടമല്ല, ഒഴിച്ചു കറി ഇഷ്ടമല്ല. ചായ മനസ്സുണ്ടെങ്കിൽ ചോറും ചായ മനസ്സും മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റോ ടേസ്റ്റ്. ഓക്കെ. ഹായ് മക്കളെ, അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം. നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ. ചായ മനസ ചോറ് കുറച്ച് ചായ മനസ കൂടുതൽ എടുത്തിട്ട് വെരി ടേസ്റ്റി. എനിക്ക് ഈ ചായ മനസ്സുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. ചിലർക്കിത് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചായ മനസ്സിൽ ചോറ് മാത്രം മതി. എനിക്ക് വേറെ ഒരു കറി ഇഷ്ടമല്ല. വാവ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കഴിച്ച് നോക്കിട്ടോ. ഓക്കെ. ഇനി തുണി അലക്കാനുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കണം.